നമസ്കാരം. ഗൾഫ് വാർത്തകൾ. A320 വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടത്തുന്നതിനാൽ ചില സർവീസുകൾക്ക് കാലതാമസം അനുഭവപ്പെട്ടേക്കുമെന്ന് കുവൈറ്റ് എയർവേസ് അറിയിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സംശയാസ്പദമായ ഫണ്ടുകളുടെ ഉറവിടം കണ്ടെത്താനുള്ള ദേശീയ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി കുവൈറ്റിൽ ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് അറസ്റ്റിൽ. വധശിക്ഷ ഒഴിവായി മോചനം കാത്ത് റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് ഫയൽ തുടർ നടപടികളുടെ ഭാഗമായി റിയാദ് ഗവർണറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലേക്ക് നീങ്ങി. UAEയുടെ 54ാമത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ട്രാഫിക് പിഴകളിൽ 40% ഇളവ് പ്രഖ്യാപിച്ച് ഉമ്മുൽ ഖുവൈൻ പോലീസ്. നിലവിലുള്ള ട്രാഫിക് നിയമലംഘനങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ തീർപ്പാക്കാൻ ഡ്രൈവർമാർക്ക് ഇത് അവസരം നൽകും. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന വിദേശ പൗരന്മാർക്ക് ഇന്ത്യൻ വിസ സേവനം നൽകുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ ജലീബ് അൽ ഷുവൈക്ക് ഏരിയയിലെ അപകടാവസ്ഥയിലുള്ള വീടുകൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ തുടർന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. പ്രവാസി മലയാളി സൗദി അറേബ്യയിൽ മരിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് റിയാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കോഴിക്കോട് കൈതപ്പൊയിൽ പുതുപ്പാടി സ്വദേശി തള്ളാശ്ശേരി കാതാരി അസൈനാണ് മരിച്ചത്.